നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ തുടരുകയാണ്. ഉടമ്പടി എനിക്ക് എന്ത് നൽകിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ്, ദൈവതിരുസനെ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. ഭൗതികമായ നേട്ടങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നല്ല പറയണത്. അപ്പം ദൈവമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ദൈവതിരുസന്നിധിയിൽ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. പുതിയ കാലത്തെ പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ ഇനിയും കുറേ സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയപരിമിതി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. അത് തുടരെ എല്ലാ മാസവും ആവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ദൈവം നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവിതമാണ്. അതിൻ്റെ കാരണം ദൈവത്തെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തിനാണ് ശ്വസിക്കണത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനെന്നാണ് മറുപടി. എന്തിനാണ് ശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. എല്ലാവർക്കും ഇത് പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. മനുഷ്യന്മാർ ബോധപൂർവമായ ശ്രമം വന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവേ, ഓരോ ദിവസവും ഉടമ്പടിയുടെ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് ദൈവാനുഭവത്തിൻ്റെ ശ്രീകോവിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥന കൂടുന്നവരും ഉടമ്പടി പ്രാർത്ഥന കൂടുന്നവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈശോ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ. തുടേ സുഖമായി എന്നെ അരികിൽ സദയം തുടേ സുഖമായി എന്നെ. കർത്താവേ, അനേക മക്കൾ ഈ പ്രഭാതത്തിലെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഈശോയെ, ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷയിലും കൂടുവാൻ, അതായത് നാട് വിട്ടു പോന്ന് അങ്ങയുടെ തിരുസന്നിധി നിൽക്കുന്നവരുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ പരക്കം പാഞ്ഞെത്തിയവരുണ്ട്. ഈ ആരാധന കൂടുന്നവർ, ഓൺലൈനിൽ കൂടുന്നവരുണ്ട്. അവരെല്ലാവരെയും നിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടുവരുന്ന ഈശോയെ, ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച, ഈ മാസം വെച്ചിട്ടുള്ളത്, കഴിഞ്ഞ മാസം വെച്ചത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ, അതൊക്കെ മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിൽ വേദനിക്കുന്ന മക്കളുടെ മേൽ
ദൈവത്തിൻ്റെ കാരുണ്യം, മാരക രോഗങ്ങൾ, തീരാവേദികളും ജീവിത ദുരിതങ്ങളും സാമ്പത്തിക കെടുതികളും ജപ്തി നടപടികളും വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ പരീക്ഷകളും ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും ഇങ്ങനെ ജോലി തടസ്സങ്ങളും വിസയുടെ പ്രോസസ്സിങ് അതുപോലെ ഉണ്ടായ തടസ്സങ്ങൾ ഇങ്ങനെ മനുഷ്യനെ നിൽക്കുന്ന നാനാജാതി വിഷമതകളിൽ നിന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ മറിയത്തിൻ്റെ മധ്യസ്ഥതാൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഈശോയുടെ നാമത്തില് തകർച്ചകള് ഈശോയുടെ നാമത്തില് മരവിച്ചു നിൽക്കുന്ന അവസ്ഥകള് ഈശോയുടെ നാമത്തില് രോഗങ്ങള് ഈശോയുടെ നാമത്തില് വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ, കഴുകപ്പെടട്ടെ. അവയവങ്ങള്, രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, കരരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹർഷത്ത് രോഗങ്ങള്, അൾസർ രോഗങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളില്ലാത്ത അവസ്ഥകള്, വൈവാഹിക തടസ്സങ്ങള്, മക്കളില്ലാത്ത അവസ്ഥകള്, വഴി മുട്ടിപ്പോയവര്, വരുമാനം മുട്ടിപ്പോയവര് യേശുവിന്റെ നാമത്തില് വാതിൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തില് വാതിൽ തുറക്കട്ടെ. വേദങ്ങള്, ദുരിതങ്ങള്, ദുരിത അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ മാറ്റി. കൈവാക്ക് തടസ്സങ്ങള്, ഭവനമില്ലാത്ത അവസ്ഥകള്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകള്, കേസിൽ അകപ്പെട്ടു പോയിരിക്കുന്നവര്, ജയിലിൽ കിടക്കുന്നവര്, മേലക്കെത്തിക്ക് വഴിയില്ലാതെ നിയമപരമായ തടസ്സങ്ങളുള്ളവര് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മരിച്ചു വേർപെട്ടു പോയിരിക്കുന്നവരെ, അതിന്റെ വേദന അനുഭവിക്കുന്നവരെ കർത്താവിന്റെ അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥിരതയില്ലാത്തവര്, വരുമാനത്തിന്റെ അടിസ്ഥാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, വഴി അടഞ്ഞു പോയവരെ കർത്താവിന്റെ നാമം തുറക്കപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു. ദൈവവിളികള് നൻപെടുത്തിരിക്കുന്നവര്, ദൈവവിളികള് മനസ്സില് ഈശോ അഭിഷേകമായി തോന്നിച്ചിരിക്കുന്നവരുടെ മേൽ അത് ശരീരത്തിന്റെ ആത്മാ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന
വർഷങ്ങളായ പല പല കാര്യങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മരുന്നിൽ മരിക്കണമെന്ന് തോന്നിക്കുന്നവരുടെ പേര് കർത്താവ് തീരുമാനം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In the name of Jesus Christ be healed. ശുദ്ധജീവികളുടെ കടികൾ കൊണ്ടും ചില മരുന്നുകൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായ മരുന്നുകൾ പലപ്പോഴും കഴിച്ചിട്ട് അതിൻ്റെ തന്മാത്രയുടെ കോമ്പൗണ്ടിൻ്റെ പെശകൾ കാരണം ചിലർക്ക് വിഷരക്തം ഉണ്ടായിട്ടുണ്ടെന്ന് ഈശോ പറയുന്നതാണ്. അവരുടെ മേൽ കർത്താവിന് വിശുദ്ധമായ രക്തളിക്കപ്പെടുകയും വിശുദ്ധമായ രക്തത്താൽ നിന്റെ ശരീരം ആരോഗ്യസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന സന്ദേശമുണ്ട്. വല്ലാത്ത മരവിപ്പും അവിചാരിതമായ തളർച്ചയും ഒക്കെ അനുഭവിക്കുന്ന ശരീരങ്ങളെ നിമിഷം ശരീരത്തിൽ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തിട്ട് കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ചിലരുടെ തലയിൽ തെറ്റായ ധാരണകൾ നൽകിയിട്ട് ഗതി പിടിക്കാത്ത അവസ്ഥകൾ, എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ അത് ഇന്നത് കൊണ്ടാണ്, എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, ഞാനൊരു കാലത്തിന് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ തലവിധികൾ കർത്താവ് പൊളിച്ചെഴുതുന്നു. ശ്രുതികട്ടെ. ഞങ്ങളുടെ ധാരണകളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിന്തകളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിത ദൈവത്തിന് നമ്മുടെ ഇടയിൽ അതിൻ്റെ ഫുൾ സ്വിങ്ങിലെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ബിബ്ലിക്കൽ ഫോർമുലയാണത്. ബൈബിളിൻ്റെ വെളിപാട് കാലം മുതൽ തന്നെയുള്ള ഒരു ബൈബിൾ സൂത്രവാക്യമാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ പവർ നമ്മൾ പവർലെസ്സായി കഴിയുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ബോഡിയുടെ ഒരു കുഴപ്പമാണ്. നമ്മുടെ മനസ്സ്, കർത്താവ് പറഞ്ഞില്ലേ, ബോഡിക്ക് എപ്പോഴും ഒരു പ്രശ്നം, ഒരു വീക്ക്നെസ് ഉണ്ടാകും. മനസ്സൊക്കെ പവർഫുള്ളാകും, പക്ഷേ മനസ്സ് എത്തുന്ന സ്ഥലത്തേക്ക് ശരീരം നടന്നെത്തത്തില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു അസസ്മെൻ്റ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പച്ച പിടിച്ച് കിടക്കുന്നത്. എന്താണ്? ദൈവം അവസാനം ഇത് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യും, വിലയിരുത്തും. എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാതിൽ, ധാരണയുടെ ഒരു വാതിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കണം. ഒരിക്കലും അടക്കാത്തൊരു വാതിലാണത്. ഏത് കാലാവസ്ഥയിലും നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് കാർഡ് നമ്മളെ കാണിക്കും. അത് വലിയൊരു ആശ്വാസമാണ്. എന്താണ്? നിനക്ക് മനസ്സുണ്ട്, പക്ഷേ നിൻ്റെ ശരീരം വീക്കാണ്. അതെന്ത് രസമാണ് കേൾക്കാൻ. അതെപ്പോഴാണ്? ചോര വിയർക്കണ സമയത്ത് പോലും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കൈയടിക്കട്ടെ. ഈശോയുടെ സ്നേഹമൊക്കെ അളന്നിട്ടുള്ള രാക്ഷസന്മാരുണ്ട്. ആധ്യാത്മിക ദൈവസ്നേഹത്തിൻ്റെ രാക്ഷസ രൂപങ്ങൾ. അവരൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു വാതിൽ എപ്പോഴും നമ്മളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഫസ്റ്റ് അജണ്ടയല്ല. അതാണ് നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ആധാരം. അതാണ് ദൈവദൃശ്യത്തിന് വരുന്നൊരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് പ്രിൻസിപ്പിളല്ല. ഇപ്പോൾ അമേരിക്കൻ വിസയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളെ അവരെ നാട്ടിൽ കയറ്റാതിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിളാണ്. അതിനവർ പല പല കാര്യങ്ങൾ പറയും.
പല പല വിഷയങ്ങൾ, പല പല നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെല്ലാം എന്താണ്? ദയവായിട്ട് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തേരെ, ഞങ്ങളിവിടെ എങ്ങാനും ജീവിച്ചു പോട്ടെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അവരുമുള്ള, ഇപ്പം ഞാൻ ചിക്കാഗോയിൽ നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴ് വൈറ്റ് താമസിക്കുന്നില്ല. എവിടെയെങ്കിലും വൈറ്റ് താമസിക്കണില്ല, എന്നുവെച്ചാൽ വെള്ളക്കാർ താമസിക്കണില്ല അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം നീഗ്രോസാണ് ഞങ്ങളെ അവിടെ. ഒരു നീഗ്രോ എന്ന് നമുക്ക് പറയാൻ പാടില്ല, അതൊക്കെ വലിയ അവിടെയെല്ലാം ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ ബ്ലാക്ക് എന്ന് പറയും അവിടെ. ബ്ലാക്കുകളാണ് വന്ന് ഞങ്ങളെ സ്വീകരിച്ചത്. അവിടെയെങ്കിലും വൈറ്റ്, പണ്ട് വൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ബ്ലാക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ വൈറ്റ് പതുക്കെ പതുക്കെ അവിടുന്ന് മാറും, അവർ മാറിപ്പോകും. ഒരു ചേച്ചി, ഒരു ഇന്ത്യക്കാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേക്കും. എന്താ കാര്യം? എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്നത് വൈറ്റാണ്, അവർക്ക് നമ്മുടെ മസാലയുടെ മണം കേട്ട അപ്പം ഛർദ്ദിക്കുമെന്ന്. അപ്പം നമുക്ക് നിസ്സാരമല്ലേ വിഷയം സീരിയസാണ്, ഭയങ്കര സീരിയസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളൊന്നും ഉപയോഗിക്കരുത്. കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് എൻ്റെ അണുബോംബ് പൊട്ടിക്കണ പോലെ മണ്ണാന്നൊരു മണം സഹിക്കാൻ പറ്റാതെ. അല്ലെങ്കിലും കടുകിനൊരു വിടക്ക് മണമാണ് നമുക്കറിയാം. അപ്പോൾ ഇത് ഓരോ മനുഷ്യന്മാർക്കും ഓരോ സംസ്കാരമല്ലേ, തമ്മിൽ യോജിക്കത്തില്ല ഒരിക്കലും, ഓരോ സംസ്കാരമാണ്. അതുകൊണ്ട് ബേസിക് പ്രിൻസിപ്പിൾ ആൾക്കാരുടെ റിജക്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ പേര് മണിയമ്മ. ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2022 ഡിസംബർ 26-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അതിന് 1 മാസം മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ ഭർത്താവ് സൗദിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ നിന്നും വന്ന ശേഷം ലാസ്റ്റ് ആയിട്ട് തിരിച്ചു പോകാൻ പറ്റുകയില്ല, വിസയുടെ കാലാവധി തീരാറായി. അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് 15 ദിവസത്തിനകം ടിക്കറ്റ് എടുത്തിച്ച്, അതിനു മുമ്പ് അവിടെ വിളിച്ചപ്പോഴൊന്നും അവർ ഒരു റിപ്ലൈയും തന്നില്ല, കമ്പനിയിൽ നിന്ന് ഒരു റിപ്ലൈ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി 15 ദിവസത്തിനകം അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു ടിക്കറ്റ് എടുത്ത് തിരിച്ചു ചെല്ലാനത്. ലാസ്റ്റ് ദിവസമായിരുന്നു, വിസയുടെ കാലാവധി തീരുന്നതിൻ്റെ ലാസ്റ്റ് ദിവസം കയറിപ്പോകാൻ പറ്റിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കമ്പനിയിൽ പല പ്രോബ്ലങ്ങൾ കാരണം അക്കാമ കൊടുക്കാതെ ഇരുന്നു. അങ്ങനെ വന്ന് പിന്നെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് അക്കാമ കൊടുക്കുകയും ജോലി സ്ഥിരമാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 26-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ലായിരുന്നു. അവൾ 4 വർഷമായി കല്യാണത്തിന് സമ്മതിക്കത്തില്ല. കല്യാണക്കാര്യം പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് സെപ്റ്റംബർ 15, 2023 സെപ്റ്റംബർ 15-നകം കല്യാണം നടക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. അവൾക്ക് ഇഷ്ടമുള്ള ഒരു കല്യാണം തന്നെ നടക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഞാനും സന്തോഷിക്കേണ്ട അമ്മ, എന്തെങ്കിലും എനിക്കും കൂടെ സന്തോഷിക്കാനുള്ള വക തരണമെന്ന്. അന്ന് അമ്മയാണ് 2 മണി കഴിഞ്ഞപ്പം ഒരാൾ വീട്ടിൽ വന്ന് എൻ്റെ മകൾക്കൊരു കല്യാണത്തെ പറ്റി സംസാരിച്ചു. അവൾ അതിനു മുമ്പ് ആര് വന്ന് കല്യാണത്തെപ്പറ്റി പറഞ്ഞാലും അവൾ അവരെ എല്ലാം ദേഷ്യപ്പെട്ട് ഓടിക്കുമായിരുന്നു. ആ പയ്യൻ തന്നെ വന്ന് ആലോചിച്ചത്. അതിന് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണെന്നും പറഞ്ഞു. ഏപ്രിൽ 8-ാം തീയതി അവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഓഗസ്റ്റ് 28-ാം തീയതി അവിടെ കല്യാണമാണ്. പിന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ വയറിന്, ഞാനിവിടെ സാക്ഷ്യത്തിൽ എഴുതിയിട്ടില്ല, എനിക്ക് വയറിന് ഭയങ്കര പുകച്ചിലായിട്ട് ഞാൻ രാത്രിയിലൊന്നും ഉറങ്ങത്തില്ലായിരുന്നു. അത്രയ്ക്ക് അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമേ ഉപയോഗിച്ചത്. അത് പൂർണ്ണമായിട്ടും മാറി. എൻ്റെ നടുവിന് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തതാണ്. വീണ്ടും അത് ഉണ്ടാകുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അതും ഇപ്പം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്.
പിന്നെ എൻ്റെ കാലിൻ്റെ ഈ വലത് കാലിൻ്റെ ഇവിടെ നീർക്കെട്ടായിരുന്നു. അതിനും ഈ ഉടമ്പടി എണ്ണ മാത്രമാണ് ഉപയോഗിച്ചത്. അങ്ങനെ അതും ഇപ്പം മാറിയിട്ടുണ്ട്. കൃപാസന പത്രമെല്ലാം ഞാൻ പിന്നെ ആശുപത്രികളിലും അല്ലാതെ വഴിയിലൊക്കെ ഉള്ളിടത്തും എല്ലാം കൊണ്ടുവന്ന് ഓരോ വഴിയെ നടന്നൊക്കെയാണ് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ അല്ലാതെ എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഇതേപ്പറ്റി അറിയാവുന്നവരോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ പേര് ജാൻസി റോയി, പാലാ രൂപത കടനാട് ഇടവയിൽപ്പെട്ടയാളാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾക്ക് 27 വർഷം കൂടി ദൈവം ദാനമായി നൽകിയതാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞിന് 1.5 വയസ്സായപ്പോൾ മുതൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ചില പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു നടന്നു, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നീടും സ്കൂളിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഇവനോട് നേരിട്ടപ്പോൾ ഇവൻ വയലൻ്റായി കാണിക്കുകയും വീട്ടിൽ വന്നത് വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളാകെ നിരാശപ്പെട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു ദിവസം വരിക എന്ന് പറഞ്ഞു. കൊച്ചിനെയും കൂട്ടി ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരികയും അച്ഛൻ ഇവന് കൈവയ്പ്പ് ശുശ്രൂഷ നടത്തി അത് സൗഖ്യപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ മുതൽ തികച്ചും ശാന്തനായ ഒരു കുട്ടിയായി സ്കൂളിൽ പെരുമാറ്റത്തിലും ശാന്തതയിലും എല്ലാം കൊച്ചു നല്ല നീറ്റായി പെരുമാറാൻ തുടങ്ങി. അതിനുശേഷം കൊച്ചു പഠനത്തിനാണേലും നല്ല മുൻപന്തിയിലോട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഈ മാതാവ് അങ്ങയുടെ തിരുക്കുമാരൻ വഴി നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. അതുകൂടാതെ എൻ്റെ ഏക സഹോദരൻ വണ്ടി അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായി. ഗുരുതരമായ പരിക്കുകൾ തലയ്ക്കും കാലിനും സംഭവിച്ചു. വെന്റിലേറ്ററിലോട്ട് മാറ്റുന്ന ഒരവസ്ഥ വന്നു. ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ വേദന കൊണ്ട് മാതാവിനെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ മെഡലില്ലെങ്കിലും മെഡൽ എൻ്റെ കൈവശമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നെറ്റിയിൽ കുരിശ് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു പ്രതികരണശേഷി തുടങ്ങി, കണ്ണ് തുറന്നു ചുറ്റും നോക്കുന്നുണ്ട് എന്ന്. അതിനുശേഷം ഞങ്ങൾ ചെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായം വേണ്ട, ICUയിലോട്ട് മാറ്റുകയും ഇപ്പോൾ സുഖമായി വീട്ടിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് മറിയാമ്മ ജോൺ, പാലത്തിങ്കൽ. ഞാൻ 2018 മാർച്ച് 30 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ശേഷം എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ട് അവൾക്ക് കുട്ടികളില്ലായിരുന്നു. അവളെ ഇവിടെ അപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൾക്ക് കുഞ്ഞുണ്ടായത്. അതിൻ്റെ ശേഷം 2 വയസ്സായിട്ടും അവൾ അധികം സംസാരിക്കത്തും ആരുടെ എനിക്ക് വരത്തുമൊന്നുമില്ലായിരുന്നു. അങ്ങനെ 2 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മാനസികമായിട്ട്, അതായത് ആരോട് സംസാരിക്കത്തില്ല, മന്ദബുദ്ധിയുള്ള പിള്ളേരെ പോലെ സംസാരിക്കുന്നു. പിന്നെ ആൾക്കാരെ കാണുമ്പോഴത്തേക്കിനും അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ അനിയത്തിയാണ് എന്നെ അവർ മമ്മി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ അനിയത്തി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മമ്മി എന്നെ ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുക്കാവോ, പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഇപ്പം അവൾ നല്ല രീതിയിൽ, അവൾ എഴുതത്തില്ല, ആൾക്കാരെ കാണുമ്പോൾ പേടിയാണ്, ഒച്ച വെക്കുന്നത് പേടിയാണ്, സംസാരിക്കത്തില്ല, എല്ലാ മുറിക്കകത്ത് കയറി ഒരു മുറിക്കകത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. പിന്നെ വേറൊരു മുറിയിലോട്ട് വരത്തില്ല, ആൾക്കാരുടെ ഇരിക്കെ വരത്തില്ല. ഇപ്പോൾ അവളെല്ലാവരുമായിട്ട് സംസാരിക്കും, സ്കൂളിൽ പോകും, നല്ലതായിട്ട് പഠിക്കും. ഈ കഴിഞ്ഞ മാസം 15-ാം തീയതി അവളുടെ കുർബാനയ്ക്കുള്ള പാടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ അവൾ പഠിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എനിക്ക് വയറ്റിനകത്ത് ഒരു മുഴയുണ്ടായിരുന്നു. അത് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് 15 സെൻറ്റിമീറ്ററോളം വളർന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ 2-3 ഹോസ്പിറ്റലിൽ അതിൻ്റെ റിസൾട്ട് കാണിച്ചു. അവിടുന്ന് അവരെല്ലാവരും പറഞ്ഞു, വെച്ചുകൊണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ എൻ്റെ മകനും എൻ്റെ മകൻ എന്നെയും കൊണ്ട് പുഷ്പഗിരി ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവിടെ കൊണ്ടുവന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പം 15 സെൻറ്റിമീറ്റർ എന്നുള്ളത് 15 മില്ലിമീറ്ററായിട്ട് അത് കുറഞ്ഞു. അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട, ഇത് തന്നെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ ആദ്യം തൊട്ടേ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന എൻ്റെ ആങ്ങളയുടെ മകളാണ്. എനിക്ക് വയ്യാത്തത് കൊണ്ട് ആരുടെയെങ്കിലും ആശ്രയം ഇല്ലാതെ വരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അന്ന് 10ാം ക്ലാസ്സിലായിരുന്നു. ഒത്തിരി നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഫുൾ A+ 10ലും അത് കഴിഞ്ഞ് +2ലും ഫുൾ A+ഓടുകൂടി അവൾ പാസ്സായി. ഇപ്പോൾ അവൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു. പിന്നെ എൻ്റെ നാത്തൂൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം. അവൾക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഞാനെന്നും പറയും, ടിൻസിൻ്റെ കൂടെ കൃപാസനത്തിൽ വാ, അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു, വരത്തില്ലായിരുന്നു. പക്ഷേ എന്നോട് തൈലം മേടിച്ചു. ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പുരട്ടി പിറ്റേ ദിവസം തൊട്ട് ആ മുഴ മാറി. ഇപ്പം മുഴയില്ല. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉടമ്പടി എടുക്കാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ പേര് റെജിനാമ്മ ജോസഫ്.